ചുവരുകൾക്കുള്ളിലെ മനുഷ്യൻ. മഴ തിമിർത്തു പെയ്യുകയായിരുന്നു. വരാന്തയിലെ ചാരുകസേരയിൽ കിടന്ന് ഇരുട്ടിലേക്ക് നോക്കുമ്പോൾ മാധവന്റെ മനസ്സിൽ പതിവുപോലെ ആ മന്ത്രം മുഴങ്ങി, ഞാൻ ഒറ്റക്കാണ്. ഈ ലോകത്ത് എനിക്കായി ആരുമില്ല. അടുക്കളയിൽ നിന്ന് പാത്രങ്ങൾ കഴുകുന്ന ശബ്ദം കേൾക്കാം. സാവിത്രിയാണ്. കഴിഞ്ഞ 30 വർഷമായി ഈ വീടിന്റെ വെളിച്ചവും താളവും അവളാണ്. അയാളുടെ ഇഷ്ടങ്ങൾ, അനിഷ്ടങ്ങൾ, മരുന്നിന്റെ കൃത്യസമയം, വസ്ത്രത്തിന്റെ മടക്കുകൾ എല്ലാം അവൾക്ക് ഹൃദിസ്ഥമാണ്. എന്നിട്ടും മാധവന്റെ ആത്മാവ് ഒരു ഇരുണ്ട ഗുഹക്കുള്ളിലെന്ന പോലെ വിങ്ങിപ്പൊട്ടിക്കൊണ്ടിരുന്നു. സാവിത്രി ചായയുമായി അരികിലെത്തി. കസേരയ്ക്ക് അരികിലെ മേശപ്പുറത്ത് ചായ വെക്കുമ്പോൾ അവൾ അയാളുടെ തോളിൽ ഒന്ന് തൊട്ടു. ആ സ്പർശനത്തിൽ വർഷങ്ങളുടെ കരുതലുണ്ടായിരുന്നു. എന്താ മാധവേട്ട ആലോചിക്കുന്നത്? ചായ തണുക്കും. മാധവൻ മറുപടി പറഞ്ഞില്ല. അയാൾ ആ കൈ പതുക്കെ മാറ്റിയിട്ട് വീണ്ടും ഇരുട്ടിലേക്ക് നോക്കി. സാവിത്രി, ചില നേരങ്ങളിൽ എനിക്ക് തോന്നാറുണ്ട്, ഈ ഭൂമിയിൽ എനിക്ക് വേണ്ടി ആരുമില്ലെന്ന്. എല്ലാവരും ഉണ്ടെന്ന് തോന്നുമ്പോഴും ഉള്ളിൽ വലിയൊരു ശൂന്യയാണ്. ആരുമില്ലാത്ത ഒരു ഒറ്റപ്പെട്ട ദ്വീപ് പോലെ. സാവിത്രി ഒന്ന് നെടുവീർപ്പിട്ടു. അവൾക്ക് ഈ വാക്കുകൾ പുതിയതല്ല. വർഷങ്ങളായി അയാൾ ആവർത്തിക്കുന്ന പല്ലവിയാണിത്. മാധവേട്ട, അവൾ ശാന്തമായി പറഞ്ഞു. ഒറ്റപ്പെടുന്നത് ഒരു ദ്വീപ് ആയതുകൊണ്ടല്ല, മറിച്ച് ആ ദ്വീപിന് ചുറ്റും നിങ്ങൾ തന്നെ തീർത്ത വലിയ മതിലുകൾ കൊണ്ടാണ്. ഞാൻ ഇവിടെയുണ്ട്, നിങ്ങളുടെ മക്കളുണ്ട്, സുഹൃത്തുക്കളുണ്ട്. പക്ഷേ നിങ്ങൾ ആരെയും അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നില്ലല്ലോ. അതല്ല സാവിത്രി, നീ പറയുന്നത് നിനക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ്, മാധവൻ നീരസത്തോടെ പറഞ്ഞു. എന്റെ ഉള്ളിലെ ഈ ശൂന്യത ആർക്കും നികത്താൻ കഴിയില്ല. ഞാൻ എത്ര പേരുടെ ഇടയിലായാലും ഞാൻ മാത്രം അനുഭവിക്കുന്ന ഒരു തടവറയാണത്. രാത്രിയിൽ ഉറക്കത്തിനിടയിൽ മാധവൻ ഞെട്ടിയുണർന്നു. അരികിൽ സാവിത്രി സമാധാനമായി ഉറങ്ങുന്നുണ്ട്. അവളുടെ ശ്വാസോച്ഛ്വാസം പോലും അയാൾക്ക് കേൾക്കാം. എന്നിട്ടും അയാൾക്ക് തോന്നി താൻ അനന്തമായ ഏതോ ശൂന്യതയിൽ വീണുപോകുകയാണെന്ന്. അയാൾ എഴുന്നേറ്റ് ലൈറ്റിട്ടു. അലമാരയിൽ പഴയ ഫോട്ടോ ആൽബം ഇരിക്കുന്നു. ഓരോ ചിത്രത്തിലും മാധവന്റെ കൂടെ ആരെങ്കിലുമൊക്കെയുണ്ട്. വിവാഹചിത്രത്തിൽ സാവിത്രിയുടെ കൈ മുറുകെ പിടിച്ചിരിക്കുന്ന മാധവൻ. മക്കളുടെ നൂലുകെട്ടിന് ചിരിച്ചു നിൽക്കുന്ന മാധവൻ. പക്ഷേ, ആ ചിത്രങ്ങളിലൊന്നും അദ്ദേഹം യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് അയാൾക്ക് ഇപ്പോൾ തോന്നുന്നു. ശരീരം അവിടെയുണ്ടായിരുന്നു, കാലം അവിടെ ചെലവഴിക്കപ്പെട്ടു. പക്ഷേ മനസ്സ് എപ്പോഴും തനിക്ക് ചുറ്റും ഒരു വൃത്തം വരച്ച് അതിനുള്ളിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. അടുത്ത ദിവസം രാവിലെ സാവിത്രി പൂമുഖം തൂത്തുവാരുമ്പോൾ മാധവൻ അവളെയൊന്ന് സൂക്ഷിച്ചു നോക്കി. അവളുടെ മുടിയിലെ നരയും മുഖത്തെ ചുളിവുകളും അയാൾ ആദ്യമായി കാണുന്നതുപോലെ തോന്നി. അയാൾക്ക് വേണ്ടി ഉരുകിത്തീർന്ന ഒരു ജീവിതമാണത്. എന്നിട്ടും താൻ ഒറ്റക്കാണ് എന്ന് പറയുമ്പോൾ അവൾ കൂടി ആ ഒറ്റപ്പെടലിലേക്ക് തള്ളപ്പെടുകയല്ലേ എന്ന് അയാൾ ചിന്തിച്ചു. സാവിത്രി പൂക്കളുമായി അകത്തേക്ക് വന്നപ്പോൾ മാധവൻ അവളുടെ കൈ പിടിച്ചു. ആ കൈ വിറക്കുന്നുണ്ടായിരുന്നു. സാവിത്രി, എനിക്ക് തോന്നുന്നത്, എനിക്ക് ചുറ്റും ആരുമില്ലാത്തതല്ല എന്റെ പ്രശ്നം. എന്റെ ഉള്ളിലുള്ള സ്നേഹം സ്വീകരിക്കാൻ എനിക്ക് കഴിയുന്നില്ല എന്നതാണ്. നീ കൂടെയുണ്ടായിട്ടും എനിക്ക് നീയില്ലെന്ന് തോന്നുന്നത് എന്റെ മനസ്സിന്റെ പരാജയമാണ്. സാവിത്രിയുടെ കണ്ണുകൾ നനഞ്ഞു. വർഷങ്ങൾക്കിപ്പുറം അയാൾ തന്നെ ഒന്ന് കണ്ടു എന്ന ആശ്വാസം അവളുടെ മുഖത്ത് നിഴലിച്ചു. മാധവേട്ട, അവൾ പതുക്കെ പറഞ്ഞു. വാതിലുകൾ ഉള്ളിൽ നിന്നാണ് പൂട്ടിക്കിടക്കുന്നത്. അത് തുറന്നാൽ മാത്രം മതി, പുറത്ത് നിലാവുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. മാധവൻ ജനലഴികൾക്കിടയിലൂടെ പുറത്തെ വെളിച്ചത്തിലേക്ക് നോക്കി. ശൂന്യത ഒരു വലിയ കടലാണെങ്കിൽ ബന്ധങ്ങൾ അതിലെ തുരുത്തുകളാണ്. ആ തുരുത്തുകളിൽ ചവിട്ടി നിൽക്കാൻ വേണ്ടത് മറ്റൊരാളല്ല, സ്വന്തം മനസ്സിന്റെ തുറന്ന മനസ്ഥിതിയാണെന്ന് അയാൾ സാവധാനം തിരിച്ചറിയുകയായിരുന്നു.